Hello dear students, welcome to our YouTube channel Learn Easy. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 6 ആണ്, ഡെക്കറേഷൻ ഫോർ ഫെസ്റ്റിവൽ. Let us do it on ഗിൻലാഡി. നമുക്ക് ഗിൻലാഡി വെച്ചിട്ട് എങ്ങനെ ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, count 12 ahead of 25. 25 ഉണ്ട്, നമ്മളടുത്ത് നമ്പർ ഉണ്ട്. ആ 25ന്റെ കൂടെ നമ്മൾ എത്ര നമ്പർ ആഡ് ചെയ്യണം? 12 എന്ന നമ്പർ ആഡ് ചെയ്യണം. നിങ്ങളെടുത്ത് മാലകളൊക്കെ കണ്ടിട്ടില്ലേ? മുത്തുമാലകളൊക്കെ ഗേൾസ് ഒക്കെ ഇടാറില്ലേ? മുത്തുമാലകളെല്ലാം. അങ്ങനെ ഒരു മാല എടുത്തോളൂ കയ്യില്. എടുത്തിട്ട് ആദ്യം 25 ബീഡ്സ് എന്ത് ചെയ്യണം? കൗണ്ട് ചെയ്ത് വെക്കുക. 25 മുത്തുകള് കൗണ്ട് ചെയ്യാം. എവിടെയാ? ഇവിടെ കൗണ്ട് ചെയ്ത് വന്നപ്പോ നമുക്ക് ഇവിടെയാണ് 25 കിട്ടിയത്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യുക 25. പിന്നെ എത്ര മുത്തും കൂടി ആഡ് ചെയ്യണം? ബീഡ്സും കൂടി വേണം. 12 അല്ലേ? വീണ്ടും നമ്മൾ 1 2 3 4 5 6 7 8 9 10 11 12. ഇവിടെയാണ് നമ്മൾ 12 കൂടി ആഡ് ചെയ്തത് അല്ലെ? 25ന്റെ കൂടെ 12 ആഡ് ചെയ്തു. ഇനി നമുക്ക് എത്രയുണ്ട് ടോട്ടൽ എന്ന് നോക്കാം. 25 കൂടെ 12 ആഡ് ചെയ്താ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുകയാണേ. അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ വരെ എത്ര ബീഡ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. അങ്ങനെ കൗണ്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടിയത്? ഇവിടെ നമ്മൾ 25 എത്തി, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37. ആൻസർ ഈസ് 37. 37 എത്തിയില്ലേ? നമുക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കാം. ഇല്ലെന്നെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ കൗണ്ട് ചെയ്യാനുള്ള വഴി പഠിച്ചില്ലേ ലാസ്റ്റ് വീഡിയോയിൽ? എങ്ങനെ കൗണ്ട് ചെയ്യാ? 25 പ്ലസ് 12, 1, 2. 5ന്റെ കൂടെ 2 ആഡ് ചെയ്ത് എത്ര കിട്ടുക? ഇവിടെ 5 ഉണ്ട് അല്ലേ? പിന്നെ 5ന്റെ കൂടെ 2 ആഡ് ചെയ്യണം. 5 കഴിഞ്ഞാൽ 6, 7 അല്ലേ? വീണ്ടും 2ന്റെ കൂടെ 1, 2ന്റെ കൂടെ 1 ആഡ് ചെയ്താ 3, 37. സെയിം ആൻസർ കിട്ടിയില്ലേ? 57 പ്ലസ് 34. അതെങ്ങനെ നമ്മൾ ചെയ്യും? നമ്മൾ ആദ്യം ഇതാ ഇങ്ങനെയുള്ള ഗില്ലാഡി എടുത്തിട്ട് അതില് 57 മാർക്ക് ചെയ്യാം. 57 ബീഡ്സ് മുത്തുകള് കൗണ്ട് ചെയ്തിട്ട് അവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ കൂടെ നമ്മൾ എത്ര ചേർക്കണം? 34 ചേർക്കണം അല്ലെ? 34 വീണ്ടും നമ്മള് കൗണ്ട് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എവിടെ എത്ര? നിങ്ങൾ ഇത് ചെയ്ത് നോക്കണേ. എവിടെ എത്താം? നിങ്ങൾ കൗണ്ട് ചെയ്തിട്ട് എത്ര കിട്ടിയത്? 91. 91 എന്ന് കിട്ടിയോ? ഇതിനെ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ആഡ് ചെയ്യാം. 57 പ്ലസ് 34 അല്ലേ? 34 എത്ര ടെൻസ് ഉണ്ട്? 3 ടെൻസ്. അപ്പൊ 30 പ്ലസ് എത്ര വൺസ് ഉണ്ട്? 4. ഇനി 57 പ്ലസ് 30 ആഡ് ചെയ്ത് നോക്കൂ. 57 പ്ലസ് 30 എത്രയാണ് കിട്ടുന്നത്? 7 പ്ലസ് 0 7. 5 പ്ലസ് 3 6 7 8. 87. 87. ഇതിനെ ഇപ്പൊ നമ്മൾ 57 30 മാത്രമല്ലേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഒരാളും കൂടി നമ്മൾ ആഡ് ചെയ്യാണ്ട്. എത്രയാണ്? 4 അല്ലേ? ഇനി 87 പ്ലസ് 4 എത്രയാ? നിങ്ങൾ ചെയ്ത് പറയൂ. എത്ര ആൻസർ കിട്ടിയേ? 91. ഇതിനെ ഈ ബീഡ്സിലെ എങ്ങനെ കൗണ്ട് ചെയ്തെന്ന് കാണിച്ചിരിക്കുകയാണ്. 57 എടുത്തു. അതിൽ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 30 എടുക്കണ്ടേ? 57 നിന്ന് 10 10 10 3 ടെന്നുകൾ എടുത്തു. 30 വരെ എടുത്തു അല്ലെ? 30 വരെ എടുത്തപ്പോ നമുക്ക് എത്രയാ വന്നത് അവിടെ? 87. 87ൽ വീണ്ടും നമ്മൾ എത്രയാ ആഡ് ചെയ്യേണ്ടത്? 4 ആഡ് ചെയ്യണം. വീണ്ടും 4 ബീഡ്സും കൂടി ആഡ് ചെയ്തു. അപ്പോ നമ്മൾക്ക് എത്ര കിട്ടി? 91 എന്ന് കിട്ടി. ഓക്കെ, 24 പ്ലസ് 43. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 24 പ്ലസ് ടെൻസ് എത്രയുണ്ട്? 4 4 0 40. 1 3. ഇനി ഇതിനെ ആഡ് ചെയ്യൂ. 24 പ്ലസ് 40 ആദ്യം ആഡ് ചെയ്യൂ. നിങ്ങള് ആഡ് ചെയ്യുമ്പോ എത്രയാണ് കിട്ടുന്നത്? 24 പ്ലസ് 40. 4 പ്ലസ് 0 4. 4 പ്ലസ് 2 6. 64. 64 പ്ലസ് 3 കൂടി ആഡ് ചെയ്യുമ്പോ എത്ര കിട്ടിയ? 65 66 67.
അതാ ഇങ്ങനെ ഗില്ലാഡിയിൽ മാർക്ക് ചെയ്തിരിക്കണം. ആദ്യം നമ്മൾ 24 മാർക്ക് ചെയ്യുക. പിന്നെ നമുക്ക് 40 എത്തണം അല്ലേ? 24ന് 10 ബീറ്റ്സും കൂടി കൗണ്ട് ചെയ്തു. അപ്പോൾ നമ്മൾ 34 എത്തി. പിന്നെയും 10 കൗണ്ട് ചെയ്തപ്പോ 44, പിന്നെയും 10 54, പിന്നെയും 10 64. നമ്മൾ 4 ടെന്നുകളില്ലേ? 4 ടെന്നുകളല്ലേ ഉള്ളത്? 10 10 10 10 അല്ലേ? 40 വരെ എത്തി. ഇനി നമുക്ക് എത്ര ബാക്കിയുണ്ട്? 3യും കൂടി കൗണ്ട് ചെയ്തപ്പോ നമുക്ക് എത്ര കിട്ടി? 67. ഇത് എപ്പോഴും നമുക്ക് ഇങ്ങനെ ഗില്ലാഡ് ഉപയോഗിച്ചിട്ട് കൗണ്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ അടുത്ത് സ്കെയിൽ ഇല്ലേ? ആ സ്കെയിൽ എടുത്തിട്ട് ഒരു വൈറ്റ് പേപ്പറിന്റെ മുകളിൽ വെച്ചോളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോ 23 പ്ലസ് 14 ആണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ആദ്യം ആ സ്കെയിലില് 23 മാർക്ക് ചെയ്യാം. 23 എവിടെയാണ്? ഇതാ 23 അല്ലേ? അവിടെ മാർക്ക് ചെയ്തോളൂ. 23 അല്ലേ? പിന്നെ എത്രയാണ്? 14 കൂടി മാർക്ക് ചെയ്യണം അല്ലേ? 14 പിന്നെ കൗണ്ട് ചെയ്തോളൂ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 ഇവിടെ മാർക്ക് ചെയ്തോളൂ. എത്രയിലാണ് എടുക്കണത്? 37. അപ്പൊ നമ്മൾ എത്രയിലെത്തി? 37. ആൻസർ ഈസ് 37. അതുപോലെ ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്യാം. 24 പ്ലസ് 16 ആദ്യം എന്ത് ചെയ്യണം? നിങ്ങള് 24ല് മാർക്ക് ചെയ്തോളൂ. പിന്നെ 16 കൗണ്ട് ചെയ്യൂ. 16 കൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് എത്രയാന്ന് പറയൂ? 40 അല്ലേ? ഇത് 24. ഇവിടെ എത്രയാ കിട്ടിയേ? 40. അതുപോലെ ഇത് പറയൂ. ആഡ് ചെയ്തിട്ട് ആദ്യം 11 മാർക്ക് ചെയ്യാ. പിന്നെ 22 മാർക്ക് ചെയ്യാ. അപ്പൊ നിങ്ങൾ എവിടെ എത്തി? വെരി ഗുഡ്. നിങ്ങൾ 33 എത്തി അല്ലേ? കൗണ്ട് ചെയ്യുമ്പോ ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി വേറൊരു തരത്തിൽ തന്നിരിക്കുകയാണ്. ഓൾറെഡി നമുക്ക് 22 മിഠായികളുണ്ട്. അതിന്റെ കൂടെ എത്രയോ മിഠായി അച്ഛനും തന്നു. അമ്മ 22 മിഠായി തന്നു. അതിന്റെ കൂടെ അച്ഛനും മിഠായി തന്നിട്ടുണ്ട്. പക്ഷെ അത് എത്രയാന്ന് നമുക്കറിയില്ല. പക്ഷെ ടോട്ടൽ നമ്മളെ അടുത്ത് എത്രയുണ്ട്? 38 മിഠായി ഉണ്ട്. അതെങ്ങനെയാ നമുക്ക് കണ്ടുപിടിക്കാം? നമ്മളെ അടുത്ത് ടോട്ടൽ എത്രയുണ്ട്? 38 മിഠായി ഉണ്ട് നമ്മളെ അടുത്ത്. അതിൽ 22 വരെ അമ്മ തന്നതാണെന്ന് നമുക്കറിയാം അല്ലെ? 22 വരെ അമ്മ തന്നതാണ്. അപ്പൊ ബാക്കി എത്ര ഉണ്ട്? അറിയാം. എന്ത് ചെയ്യാ? കൗണ്ട് ചെയ്തോളൂ. 1 2 3 പറഞ്ഞിട്ട് കൗണ്ട് ചെയ്തോളൂ അല്ലെ? 22 കഴിഞ്ഞിട്ട് 38ക്ക് എത്താൻ എത്ര നമ്പർ വേണമെന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. എന്നിട്ട് പറയൂ. നമ്പറാ കിട്ടിയേ? 16 നമ്പേഴ്സ് ഉണ്ടല്ലേ ഇതിന്റെ ഇടയില്. കറക്റ്റ് ആണോ? അപ്പോ 22 പ്ലസ് 16 ആണ് 38 അല്ലേ? നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ആഡ് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഇതിൽ നമ്പർ ലൈനിൽ കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണ്? 18 വരെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ? ആ 18 നിന്ന് ഇവിടെ എത്ര ആഡ് ചെയ്തിരിക്കുന്നത്? ഒരു 10 ഉണ്ട്. പ്ലസ് 3 10 പ്ലസ് 3 ആഡ് ചെയ്തിട്ടുണ്ട്. 10 പ്ലസ് 3 പറഞ്ഞാൽ എത്രയാണ്? 13 ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കിട്ടുന്ന ഫൈനൽ ആൻസർ എത്രയാണ് നിങ്ങൾക്ക്? ആദ്യം നമ്മൾ 18 മാർക്ക് ചെയ്തു. പിന്നെ ഒരു 13 കൂടി ആഡ് ചെയ്തു അല്ലെ? 13 നമ്പേഴ്സും കൂടി ആഡ് ചെയ്തപ്പോ നമ്മൾ എവിടെയാ നിൽക്കുന്നത്? 31 അല്ലേ? കറക്റ്റ് അല്ലേ? ഇന്ന ഈ പിക്ചർ നോക്കി നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് പറയൂ. ഇത് എന്തൊക്കെയാണ് നമുക്ക് തന്നെ ഒബ്സർവേഷൻ? 11. ഇവിടെ 11 ഉണ്ട് അല്ലേ? ഈ 11ന്റെ കൂടെ എത്ര ആഡ് ചെയ്തന്നെ? 10 പ്ലസ് 10 പ്ലസ് 3. 10 പ്ലസ് 10 എത്രയാ? ആഡ് ചെയ്ത് നോക്കൂ. 20. 20 പ്ലസ് 3 23. അപ്പൊ 11ന്റെ കൂടെ ഈ 23 നമ്പേഴ്സും കൂടി ആഡ് ചെയ്താൽ നമ്മൾ ഫൈനലായിട്ട് എവിടെയാ റീച്ച് ചെയ്തിരിക്കുന്നത്? 34. ആഡ് ദീസ് നമ്പേഴ്സ്. ഈ നമ്പറുകളെ ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാൻ പറ്റുമോ? അത് സ്വന്തമായിട്ട് ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. എന്നിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്യാം കേട്ടോ. ആദ്യം ആഡ് ചെയ്ത് നോക്കണേ തനിയെ. അപ്പൊ ഇതിൽ എത്ര പറയണ? 44 പ്ലസ് 23. 4 പ്ലസ് 3. 4 പ്ലസ് 3 എത്രയാ പറയൂ? വെരി ഗുഡ്. 7.
4 plus 2 4 കഴിഞ്ഞാൽ 2 അല്ലേ 2 ലൈനുകൾ ഇട്ട് നോക്കുക 4 കഴിഞ്ഞാൽ 5 6 67 ആൻസർ ഈസ് 67 നെക്സ്റ്റ് 56 plus 23 3 6 plus 3 എത്രയാ ആഡ് ചെയ്ത് പറയൂ 9 വെരി ഗുഡ് 5 plus 2 എത്രയാ പറയൂ 7 അപ്പൊ 79 നിങ്ങളെ 60 plus 25 അല്ലേ 0 plus 5 5 നമുക്ക് 5ന്റെ കൂടെ ഒന്നും ആഡ് ചെയ്യാല്ലേ അല്ലേ 6 plus 2 6ന്റെ കൂടെ 2 കൂടി ആഡ് ചെയ്താ 7 8 85 52 plus 30 2 plus 0 2 5 plus 3 6 7 8 82 കറക്റ്റ് ആണോ ഈ 4ഉം കറക്റ്റ് ആയ എത്ര പേരുണ്ട് വാവ് വെരി ഗുഡ് അവർക്ക് ഒരു ബിഗ് സ്റ്റാർ തരാവേ ഈ സ്റ്റാർ ആ 4ഉം കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ പ്ലേയിങ് വിത്ത് ബ്ലോക്സ് നിങ്ങളെ കൈ കണ്ടിട്ടുണ്ടാവൂലേ ഇങ്ങനെ ബ്ലോക്ക് വെച്ചിട്ട് നമ്മൾ കളിക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടോ നമുക്ക് അതെടുത്തിട്ട് കളിച്ചു നോക്കാം Mahi has some blocks. Isha come with her blocks to play. Let us help them in finding how many blocks they have in total. അവരുടെ അടുത്ത് എത്രയുണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സഹായിക്കാം These blocks. മഹിയുടെ അടുത്ത് എത്രയുണ്ട് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് 2 tens ഈ ലൈനിൽ എത്രയുണ്ട് 10 ബ്ലോക്സ് ഉണ്ട് ഈ ലൈനില് 10 ബ്ലോക്സ് അപ്പൊ എത്ര ടെന്നുകൾ ഉണ്ട് 2 ടെന്നുകൾ ഉണ്ട് 2 tens പിന്നെ എത്ര വൺസ് ഉണ്ട് 1 2 3 3 tens അപ്പൊ എത്രയാ ടെൻസിന്റെ അവിടെ 2 3 1 10 23 അപ്പൊ 23 ബ്ലോക്സ് ഉണ്ട് ഇതില് ഇനി ഈശയുടെ അടുത്ത് എത്രയുണ്ട് 1 2 3 3 tens അല്ലേ അപ്പൊ 3 എത്ര വൺസ് ഉണ്ട് 1 2 3 4 5 6 7 8 വൺസ് അപ്പൊ 38 ഇനി രണ്ടുപേരെയും കൂടെ കയ്യിൽ നമുക്ക് എത്ര ഉണ്ടെന്ന് ആഡ് ചെയ്ത് നോക്കാം രണ്ടും കൂടി ചേർത്ത് വച്ചു അപ്പൊ എത്രയുണ്ട് 1 2 3 4 5 tens 5 tens എന്ന് പറഞ്ഞാ 5 വൺസ് എത്രയുണ്ട് 1 2 3 4 5 6 7 8 9 10 11 വൺസ് ഉണ്ട് അല്ലേ ഇവിടെയും ഉണ്ട് ഒരു 10 ഉണ്ട് അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് 11 വൺസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് 10 plus 1 എഴുതാം അല്ലെ ഈ ബോക്സിൽ 10 എന്തുണ്ട് ബ്ലോക്സുകൾ ഉണ്ട് ഇവിടെ 1 അപ്പൊ 10 plus 1 നമുക്ക് എഴുതാം അപ്പൊ ഇവിടെ നമുക്ക് 1 2 3 4 5 6 ടെൻസുകൾ കിട്ടി എങ്ങനെ 6 10നെ കിട്ടിയെന്ന് മനസ്സിലായോ ദാ ഇതിലുള്ള 10 ബ്ലോക്കുകളെ ചേർത്ത് നമ്മൾ ഇവിടെ ഒരു ലൈൻ കൂടി ഉണ്ടാക്കി മനസ്സിലായോ അങ്ങനെ 6 10 ആയി പിന്നെ ഒരു വൺസും അപ്പൊ എത്ര ആൻസർ കിട്ടി നമുക്ക് 61 എത്രയുണ്ട് 3 tens 6 വൺസ് 3 tens 6 വൺസ് പറഞ്ഞാൽ എത്രയാ 36 36 അല്ലെ ഇവിടെ എത്ര ടെൻസ് ഉണ്ട് 4 ടെൻസ് ഉണ്ട് പിന്നെ ഇവിടെ എത്ര വൺസുകൾ ഉണ്ട് 7 വൺസ് ആഫ്റ്റർ 47 അപ്പോ 36 പ്ലസ് 47 അല്ലേ അപ്പൊ അതിനെ ജോയിൻ ചെയ്ത് വെച്ചപ്പോ എത്രയുണ്ട് ഇവിടെ രണ്ടുപേരെയും കൂടി ടെൻസുകളെ ചേർത്ത് വെച്ചപ്പോ 7 ടെൻസ് ഉണ്ട് പിന്നെ വൺസുകൾ എത്രയുണ്ട് ആഡ് ചെയ്ത് നോക്കൂ ഇവിടെ 13 ഉണ്ട് അപ്പൊ ഈ 13ലും വന്നൂലെ ഒരു 10 ആ 10നെ കൂടി നമ്മൾ ഇവിടേക്ക് ചേർത്തു അപ്പൊ ഇവിടെ എത്രയുണ്ട് 8 ടെന്നുകളായി 1 2 3 4 5 6 7 8 ടെൻസ് എന്ന് പറഞ്ഞാൽ 80 പ്ലസ് ഇവിടെ എത്രയുണ്ട് വൺസ് ബാക്കി 1 2 3 83 ഇവിടെ എത്ര ടെന്നുകളുണ്ട് 4 ടെന്നുകളുണ്ട് 5 വൺസ് അല്ലെ ഈ 4 ടെന്നുകളിൽ നമുക്ക് ഇവിടേക്ക് എഴുതാം അപ്പൊ ഞാൻ ഈ ടെൻസുകളെ ഒരു വലിയ വരയായിട്ട് മാത്രമേ റെപ്രസെന്റ് ചെയ്യുള്ളൂ 1 2 3 4 അല്ലെ 4 ടെന്നുകൾ ഈ 4 ബ്ലോക്കുകളാണ് ഇത്
വീണ്ടും ഇവിടെ എത്രയുണ്ട്? 1 2 3 4. വീണ്ടും 4 അല്ലേ? 1 2 3 4. ഇനി എത്ര വൺസ് ഉണ്ട്? 1 2 3 4 5. 5 വൺസ് ഉണ്ട് അല്ലേ? 2 3 4 5. പിന്നെ ഇവിടെയോ 9. 1 2 3 4 5 6 7 8 9. ഇത് ജോയിന്റ് ആയിപ്പോയേ. അപ്പൊ ഇതില് 1 2 3 4 5 6 7 8 9 10. ഈ 10നെ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് ആക്കാം അല്ലേ? എത്ര പെൻഡിങ് ഉണ്ട്? 1 2 3 4. 4 പെൻഡിങ് ഉണ്ട് അല്ലേ? അപ്പൊ ഇവിടെ ടോട്ടൽ എത്ര ടെൻസ് ഉണ്ട്? ഇവിടെ ഓൾറെഡി 8 ടെൻസ് ഉണ്ട്. 1 2 3 4 5 6 7 8. ഇവിടെ ഒരു 10 ബ്ലോക്ക് കൂടി ഉണ്ട് അല്ലേ? അപ്പൊ 9. പിന്നെ ബാക്കി എത്ര പേരുണ്ട്? 4. 1 2 3 4. അപ്പൊ 9 ടെൻസും ഉണ്ട്, 4 വൺസും ഉണ്ട്. 94. അപ്പൊ ഇവിടെയോ 5 ടെൻസ്. 5 ലൈനുകൾ വരച്ചോളൂ. ഇവിടെ എത്രയുണ്ട്? 3 ടെൻസ്. ഇനി ഇവിടെ എത്ര വൺസ് ഉണ്ട്? 8. 1 2 3 4 5 6 7 8. ഇനി ഇവിടെ എത്ര വൺസ് ഉണ്ട്? 2 അല്ലേ? അപ്പൊ ഇതില് നമുക്ക് 10 നമ്പേഴ്സിനെ എന്ത് ചെയ്യാം? ഒരു ഗ്രൂപ്പ് ആക്കി തിരിക്കാം. 1 2 3 4 5 6 7 8 9 10. ഇതില് 10 ബ്ലോക്സുകൾ ഉണ്ട് അല്ലേ? ഇതിനെ നമുക്ക് ഒരു ഗ്രൂപ്പ് ആക്കി തിരിക്കാം. അപ്പൊ എത്രയായി? ഇവിടെ 8 ലൈനിന്റെ കൂടെ ഒരു 1 കൂടി വന്നു. 2 3 4 5 6 7 8 9. 9 ടെൻസ്. വൺസ് വല്ലതും ബാക്കിയുണ്ടോ? ഇവിടെ പുറത്ത് എന്തെങ്കിലും ബാക്കി കാണുന്നുണ്ടോ? ഒന്നുമില്ല. അപ്പൊ 0 വൺസ്. കറക്റ്റ് ആയോ? എത്ര ടെൻസ് ഉണ്ട് ഇവിടെ? 1 2 3 4 5 6 7 8. ഇവിടെ 8 ടെൻസ് ഉണ്ട് അല്ലേ? ഇവിടെ എത്ര ടെൻസ് ഉണ്ട്? 8 പ്ലസ് ഇവിടെയോ 1. ഇവിടെ എത്ര വൺസ് ഉണ്ട്? 0. 0 പ്ലസ് ഇവിടെയോ 1 2 3 4 4. അപ്പൊ ടോട്ടൽ ഇവിടെ എത്രയുണ്ട്? 9 ടെൻസും 4 വൺസും. അപ്പൊ ടോട്ടൽ എത്ര ഇവിടെ? 94 ബ്ലോക്സ്. കറക്റ്റ് അല്ലേ? ഇവിടെ എത്ര ടെൻസ് ആണ്? 2 ടെൻസ് അല്ലേ? 2 ടെൻസ്. ഇവിടെ 4 ടെൻസ്. 2 പ്ലസ് 4. എത്ര ടെന്നുകൾ ഉണ്ട്? 6. 6 ടെൻസുകൾ ഉണ്ട്. പിന്നെ വൺസോ? ഇവിടെ 6 വൺസ് ഉണ്ട്. പ്ലസ് എത്രയുണ്ട് ഇവിടെ? 8. 6 പ്ലസ് 8 14. 14 വൺസ്. 14 വൺസ് എന്ന് പറഞ്ഞാൽ 14 എന്ന് പറഞ്ഞാൽ എന്താണ്? 14 10 പ്ലസ് 4. ഇവിടെ 6 ടെൻസ് ഉണ്ട്. 6 ടെൻസിന്റെ കൂടെ നമ്മൾ ഈ 10 കൂടി ചേരില്ലേ? 6 ടെൻസ് ഉണ്ട്, അതിന്റെ കൂടെ ഫസ്റ്റ് എന്ത് ചെയ്യണം? നെക്സ്റ്റ് ആഡിങ് വൺസ്. ഇങ്ങനെ തരുമ്പോ ആദ്യം ഫസ്റ്റ് എന്ത് ചെയ്യണം? വൺസിനെ ആഡ് ചെയ്യണം അല്ലെ? 6 പ്ലസ് 7. 6 പ്ലസ് 7 എത്രയാണ്? 13. 13ലെ നമ്മൾ എങ്ങനെ എഴുതാം? 10 പ്ലസ് 3. വൺസിന്റെ അവിടെ എന്താ വരുന്നത്? 3. 13. വൺസിന്റെ സ്ഥലത്ത് 3, ടെൻസിന്റെ സ്ഥലത്ത് 1. അപ്പൊ ഈ 3നെ നമ്മൾ എന്ത് എഴുതും? 13ലെ 3നെ മാത്രം ഇവിടെ എഴുതും. ബാക്കി 1 എന്ന് പറയുന്നത് ടെൻസിന്റെ പ്ലേസിലല്ലേ? ഇതാ ഇവിടെയല്ലേ ടെൻസ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ടെൻസിന്റെ പ്ലേസിൽ നമ്മൾ ഈ 1നെ എഴുതും. ഇനി ആഡ് ചെയ്യൂ. 3 പ്ലസ് 1 4. 4 പ്ലസ് 4 8. 83. മനസ്സിലായോ? നമ്മൾ ആദ്യം
വൺസിനെ ആഡ് ചെയ്യും. ആ വൺസിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? 13 കിട്ടി. അപ്പൊ 13-ലെ 3 നമ്മൾ മാത്രം എഴുതി. എന്തുകൊണ്ടാ 3 എഴുതിയ? ഇത് വൺസിന്റെ പ്ലേസ് അല്ലേ, അപ്പൊ വൺസ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. എന്നിട്ട് ആ ടെൻസിന്റെ പ്ലേസിലുള്ള നമ്പറിനെ നമ്മൾ ടെൻസിന്റെ അവിടെ കൊണ്ടുപോയിട്ട് ആഡ് ചെയ്യും. മനസ്സിലായോ? നെക്സ്റ്റ് നമുക്ക് നോക്കി നോക്കാം. 46 plus 39 ആഡ് ചെയ്ത് നോക്കാം. 6 plus 9 എത്രയാ? പറയൂ. 15. 15-ലെ നമ്മൾ എന്ത് ചെയ്യും? 5-നെ നമ്മൾ ഇവിടെ എഴുതും. 5 ആണ് വൺസിന്റെ പ്ലേസിൽ കിടക്കുന്നത് അല്ലേ? ഇത് വൺസ് ആണ്, ഇത് ടെൻസ് ആണ്. ടെൻസിന്റെ പ്ലേസിലുള്ള വണ്ണിനെ നമ്മൾ എന്ത് ചെയ്യും? ടെൻസിന്റെ പ്ലേസിൽ കൊണ്ടിടും. എന്നിട്ട് ആഡ് ചെയ്യും. 1 plus 4 5. 5 plus 3 8. 85. Next 56 plus 19. 6 plus 9 15. 15-ലെ 5-നെ നമ്മൾ എഴുതും അല്ലേ? വണ്ണിനെ ടെൻസിന്റെ അവിടെയുള്ള വണ്ണിനെ എവിടെ എഴുതും? ഈ ടെൻസിന്റെ അവിടെ ചേർത്ത് നമ്മൾ ആഡ് ചെയ്യും. 5 plus 1 6. 6 plus 1 7. Okay. 36 plus 8. അപ്പോ 6 plus 8 14. 14-ലെ 4-നെ നമ്മൾ ഇവിടെ എഴുതും. ആ ടെൻസിന്റെ പ്ലേസിലുള്ള 1 എവിടെ കൊണ്ട് എഴുതും? ഇവിടെ എഴുതിയിട്ട് നമ്മൾ ആഡ് ചെയ്യും. 3 plus 1 4. 44. കറക്റ്റ് ആയോ? 30 plus 58. 0 plus 8 8. 5 plus 3 8. 88. 45 plus 35. 5 plus 5 10. 10-ൽ എന്ത് എഴുതും? 0 മാത്രം ഇവിടെ എഴുതുക. ആ 1 ടെൻസിന്റെ പ്ലേസിലുള്ള 1 എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ കൊണ്ട് എഴുതും. എന്നിട്ട് ആഡ് ചെയ്യും. 4 plus 1 5. 5 plus 3 8. ക്ലിയർ ആയോ? Rahim made 43 runs in one match and 58 runs in another match. രണ്ടാമത്തെ മാച്ചിൽ എത്ര റൺസ് എടുത്തത്? 58. How many runs he made in the two matches together? രണ്ട് മാച്ചിലും കൂടി എത്ര റൺസ് എടുത്തത്? എന്ത് ചെയ്യാ? നമ്മള് ആഡ് ചെയ്യാ അല്ലേ? 8 plus 3 11. 11-ൽ 1 എഴുതി. മറ്റേ 1 എന്ത് ചെയ്തു? നമ്മള് ഇവിടെ ചേർത്തു ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. 4 plus 1 5. 5 plus 5 10. 10. Simarprit had 12 color pencils. Her mother gifted her 36 more color pencils. How many total color pencils does she have now? എത്രയുണ്ട്? ആദ്യം 12 ഉണ്ടായിരുന്നു. 12 ഉണ്ട്. പ്ലസ് 12-ന്റെ കൂടെ 36. ടോട്ടൽ എത്രയുണ്ട് കളർ പെൻസിൽസ്? 6 plus 2 8. 3 plus 1 4. 48. Hina collected 34 red marbles and 57 blue marbles. How many total marbles does she have now? എത്രയാണ് ടോട്ടൽ ഉള്ളത്? 34 plus 57. ചെയ്ത് നോക്കൂ. 34 plus 57 എത്രയാ? 7 plus 4 11. ബാക്കി 1 ഇവിടെ ആഡ് ചെയ്യാ. 3 plus 1 4. 4 plus 5 9. 91. Spend rupees 56 in the fair, while money spent 36 in the fair rupees. What is the total money they both spent in the fair? രണ്ടുപേരും കൂടി എത്രയാ സ്പെൻഡ് ചെയ്തത്? 56 plus 35. 6 plus 5 11. 11-ലെ 1 എഴുതും. ബാക്കി 1 നമ്മൾ ഇവിടെ ആഡ് ചെയ്യും. 5 plus 1 6. 6 plus 3 9. There are 36 men and 47 women in the bus.
How many people are there in the bus? 36 മെന്നും ഉണ്ട് 47 women ഉണ്ട്. എത്ര ടോട്ടൽ പേര് അതിൽ ബസ്സിലുള്ളത്? 36 plus 47. 6 plus 7 13. ബാക്കി റിമൈനിങ് 1 എന്ത് ചെയ്തു നമ്മൾ ഇവിടെ ആഡ് ചെയ്യും. 3 plus 1 4. 4 plus 4 8. 83. വീഡിയോയുടെ ലെങ്ത് വളരെ കൂടും എന്നുള്ളത് കൊണ്ട് നമ്മൾ തൽക്കാലം ഈ ചാപ്റ്റർ ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ്. ബാക്കി ഭാഗം നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതിന്റെ മുന്നത്തെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വേണ്ടവര് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.